Stories of marketing in touch with positive people. പവർ ഓഫ് ഡിസ്ട്രിബ്യൂട്ടർ എട്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഒരു ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കുറച്ച് വ്യക്തികൾ കൂടിയുണ്ട് ഫീൽഡിൽ. റെപ്രസെൻറ്റേറ്റീവ്സ്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ്, സെയിൽസ് എക്സിക്യൂട്ടീവ്സ് അല്ലേ? അവരുടെ കൈകളിലാണ് അതിൻ്റെ സെയിൽസ്. അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുന്ന ഒരു മാർക്കറ്റിംഗ് മാനേജറോ അല്ലെങ്കിൽ ഒരു ഏരിയ സെയിൽസ് മാനേജറോ ഒക്കെ ഉണ്ടാവും അല്ലേ? ചില സെയിൽസ് എക്സിക്യൂട്ടീവ്സ് വർഷങ്ങളായിട്ട് അവിടെ നിൽക്കുന്നവരായിരിക്കും, കാലങ്ങളായിട്ട് അവിടെ നിന്ന് പോകുന്നവരായിരിക്കാം. ഒരു നിമിഷത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ആ ഡിസ്ട്രിബ്യൂട്ടറെ അടുത്ത് ഈ എക്സിക്യൂട്ടീവ് പറയും, നാളെ അടുത്ത മാസം മുതൽ ഞാൻ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ ഒരു നോട്ടീസ് കൊടുക്കുവോ അല്ലെങ്കിൽ ഞാൻ പറയുമോ? അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആ ഡിസ്ട്രിബ്യൂട്ടർ, ആ സ്ഥാപനത്തിൻ്റെ ഓണർ, ആ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് നടത്തുന്ന വ്യക്തിക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ട വരും. കാരണം മാർക്കറ്റിൽ അദ്ദേഹത്തിന് പരിചയമില്ലെങ്കിൽ, മാർക്കറ്റിൽ അദ്ദേഹം പോകാതെ ഓഫീസിൽ തന്നെ ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവും. ചിലപ്പോൾ ഇതുപോലൊരു പ്രസ്ഥാനം ഈ എക്സിക്യൂട്ടീവ്സിന് തുടങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം അയാൾ മാറുന്നത്. എന്തുമാകട്ടെ, ചിലപ്പോൾ വേറെ നല്ല ഓഫർ കിട്ടിയിട്ടായിരിക്കാം മാറുന്നത് അല്ലേ? അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടില്ലേ? അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലം അപ്പോൾ ഒരു കമ്പനിക്കും വരാം. ഒരു കമ്പനി എന്ന് പറയുന്നതും ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നതും വളരെയധികം അന്തരമുള്ള രണ്ട് തട്ടുകളൊന്നുമല്ല. അവരെ പ്രോഡക്റ്റ് സ്വന്തമായിട്ട് ഉണ്ടാക്കുകയും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്ന വ്യക്തി ആ കമ്പനി ഈ ഡിസ്ട്രിബ്യൂട്ടർക്ക് അല്ലെങ്കിൽ സ്റ്റോക്കിസ്റ്റിന് എത്തിച്ചു കൊടുക്കുകയും അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ വലിയ വലിയ അന്തരം അവർ തമ്മിലില്ല. എങ്കിൽ പോലും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ചെയ്യേണ്ട ഒരു റെസ്പോൺസ് ഇവിടെ ഉണ്ട്. എങ്ങനെയുള്ള എക്സിക്യൂട്ടീവാണ് എൻ്റെ സ്ഥാപനത്തിൽ നിന്നും പോകാൻ ആരംഭിക്കുന്നത്? അത് പഠിച്ചിരിക്കണം. ഈ എക്സിക്യൂട്ടീവ് സ്റ്റോക്ക് കൃത്യമായിട്ട് വിറ്റഴിക്കുന്ന വ്യക്തിയാണോ? നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉള്ള വ്യക്തിയാണോ? കൃത്യമായി ഈ എക്സിക്യൂട്ടീവ് ചെക്ക്, ക്യാഷ്, ഈ നെഫ്റ്റ്, ഈ വക കാര്യങ്ങൾ കൃത്യമായിട്ട് അത് ഫോളോ അപ്പ് ചെയ്യുകയും ഓഫീസിൽ അത് കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുന്ന വ്യക്തിയാണോ? എത്തിച്ച് കൊടുക്കുന്നതനുസരിച്ച് പുതിയ ഷോപ്പിന്, പുതിയ പ്രോഡക്റ്റുകൾക്ക് അല്ലെങ്കിൽ പുതിയ ഷോപ്പുകൾ കണ്ടെത്തുകയും അവിടെ സപ്ലൈ ചെയ്യുകയും ഒപ്പം തന്നെ നിലവിലുള്ള ഷോപ്പുകളിൽ കൃത്യമായിട്ട് പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കുകയും അങ്ങനെ ഡിസ്ട്രിബ്യൂട്ടറുടെ സ്റ്റോക്ക്, നല്ലൊരു ശതമാനം സ്റ്റോക്ക് വിറ്റഴിക്കുന്ന വ്യക്തിയാണോ? പഠിക്കണം. അയാൾ ആഫ്റ്റർ സർവീസിൽ ബെറ്റർ ആണോ? ആ ഡീലർക്ക് ഒപ്പം നിന്ന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ പരിഹരിച്ചു കൊടുക്കുന്ന വ്യക്തിയാണോ? പ്രശ്നങ്ങളുടെ നടുക്ക് നിന്നും ഓടിപ്പോകാതെ ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് ആണോ? അങ്ങനെയെങ്കിൽ നല്ല സ്വഭാവത്തിനും കൂടി അയാൾ ഉടമയാണെങ്കിൽ വിട്ട് കൊടുക്കരുത്. ആ എക്സിക്യൂട്ടീവിനെ പിടിച്ചു നിർത്താൻ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് കഴിഞ്ഞിരിക്കണം. അങ്ങനെ കഴിഞ്ഞില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ബിസിനസ് താഴേക്ക് പോകും. മനുഷ്യനെ മനസ്സിലാക്കിയും അവരുടെ ഫീലിങ്ങുകൾ, അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടാനും അത് പഠിക്കാനും ഒരു കമ്പനി അതോറിറ്റി ആയാലും ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയാലും ഇൻ കേസ് റീറ്റെയിലർ ആയാലും ബിസിനസ് നടത്തുന്ന എംപ്ലോയീസിനെ മാനേജ് ചെയ്യാൻ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഫീൽഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മഴയത്ത്, വെയിലത്ത്, ചളിയിൽ, ബൈക്കിൽ അല്ലേ, അല്ലെങ്കിൽ കാറായിക്കോട്ടെ, എന്തിലായാലും ഫീൽഡിലിറങ്ങി വർക്ക് ചെയ്യുന്നവരാണ്. നല്ലൊരു അറ്റ്മോസ്ഫിയർ അവർക്ക് കൊടുത്തിരിക്കണം, ജോലി ചെയ്യാനുള്ള അറ്റ്മോസ്ഫിയർ. ഇങ്ങനെയുള്ള വ്യക്തികൾ ആ സ്ഥാപനത്തിൽ നിന്നും വിട്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ട്? നമുക്ക് അതിനെക്കുറിച്ചൊന്നും ആദ്യം സ്റ്റഡി നടത്താം. എന്തൊക്കെ പ്രശ്നങ്ങൾ ആ ഡിസ്ട്രിബ്യൂട്ടർ, അങ്ങനെ ഒരു വ്യക്തി, വർഷങ്ങളായിട്ട് നിൽക്കുന്ന വ്യക്തി, നല്ല ടേൺ ഓവർ ഉണ്ടാക്കുന്ന വ്യക്തി ആണെങ്കിൽ, ഇതല്ലാത്തവനാണെങ്കിൽ പൊക്കോട്ടെ, നമുക്ക് പ്രശ്നമില്ല, അല്ലാത്തവരുണ്ട്. പക്ഷെ സിൻസിയറായ ഒരാളാണെങ്കിൽ
ഒരു കാരണവശാലും നമ്മൾ വിട്ടുകൊടുക്കരുത്. അങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് ചേർത്ത് നിർത്താൻ സാധിച്ചിരിക്കണം. അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പിൽ നിന്ന് കടന്നു പോകുമ്പോൾ നിങ്ങൾ ടേൺ ഓവർ കുറയാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എന്ത് അച്ചീവ്മെന്റ് ആണോ കഴിഞ്ഞ വർഷം ചെയ്തത്, ആ അച്ചീവ്മെന്റിലേക്ക് ഈ വർഷം ചിലപ്പോൾ എത്താൻ സാധിക്കില്ല. എക്സ്പീരിയൻസ് ആയ ഒരു വ്യക്തിയല്ല ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. ശരിയാണോ? അയാൾക്ക് കസ്റ്റമർ റിലേഷൻ ചിലപ്പോൾ വശം ഉണ്ടായെന്ന് വരില്ല. ഒരു ഫ്രഷ് എക്സിക്യൂട്ടീവ്സ് ആണ് ഫീൽഡിൽ പോകുന്നതെങ്കിൽ ആ പ്രോഡക്റ്റ് നോളജ് ഉണ്ടാവില്ല. അത് പൂർണ്ണമായിട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും. പ്രോഡക്റ്റ് നോളജ് കിട്ടിയാൽ തന്നെ പ്രൈസിങ്ങിനെ കുറിച്ചിട്ട് പെട്ടെന്നൊരു പ്രോഡക്റ്റിന് പ്രൈസ് ചോദിച്ചു, ആ പ്രൈസ് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. സ്പീഡിൻ്റെ ലോകാണത്. പ്രൈസ് എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റ് എടുത്തിട്ട് കാൽക്കുലേറ്റ് എടുത്തിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ സമയം പോയി അല്ലേ. അപ്പോൾ കൃത്യമായിട്ട് ഒരു സ്കില്ല് അയാൾക്കില്ലാത്ത വ്യക്തിയാണെങ്കിൽ ആ പഴയ വ്യക്തിയുടെ പെർഫോമൻസ് ഈ പുതിയ വ്യക്തിയിലേക്ക് വരാൻ ചിലപ്പോൾ 1 വർഷം വരെ എടുത്തു എന്ന് വരാം. ഈ 1 വർഷം വരെ എടുത്ത് പെർഫോമൻസിലേക്ക് വന്നാൽ ചിലപ്പോൾ ഇവൻ ഇവിടെ നിന്ന് എടുത്ത് വേറെയിലേക്ക് ചാടിയെന്ന് വരാം. ഇവിടെ നിൽക്കണമെന്ന് നിർബന്ധമില്ല. 2 വർഷം. അപ്പോൾ ആ സ്ഥാപനവുമായിട്ടും അതുപോലെ തന്നെ നിങ്ങളുമായിട്ടും ഒരു അറ്റാച്ച്മെന്റ് അയാൾക്കുണ്ടായിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് അയാൾ ഇപ്പോൾ വിട്ടുപോകാൻ തുടങ്ങുന്നു? നിങ്ങളത് പഠിക്കണം, അത് സ്റ്റഡി നടത്തണം. അതിന് എന്ത് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും? അത് കണ്ടെത്തേണ്ടത് ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ ഉത്തരവാദിത്തമാണ്. ശരിയാണോ പറയുന്നത്? ആ റെസ്പോൺസ് നിങ്ങൾ ഏറ്റെടുത്ത് അത് നിർവഹിക്കുക തന്നെ ചെയ്യണം. പിന്നെ മറ്റൊരു വലിയൊരു പ്രശ്നമാണ്, എപ്പോഴും എക്സിക്യൂട്ടീവ്സ് മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു സ്ഥാപനത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പിൻ്റെ എക്സിക്യൂട്ടീവ്സ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു. ഭയങ്കര ഇറിറ്റേഷനാണ്. ആർക്ക് ഇറിറ്റേഷൻ വരിക? നിങ്ങളെന്ന ഡിസ്ട്രിബ്യൂട്ടർക്ക് മാത്രമുള്ള ഇറിറ്റേഷൻ. ഈ ഡീലർ എന്ന നിലയ്ക്ക് അയാൾക്ക് ഇറിറ്റേഷനാണ്. അയാൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ഒരു ആ ഡിസ്ട്രിബ്യൂട്ടർ ഒരാൾ വരും, അവൻ 2 മാസം നിൽക്കും, അത് കഴിഞ്ഞ് അവൻ ഇട്ടിട്ട് പോകും. പിന്നെ വേറൊരാൾ വരും, അവൻ 1 മാസം നിൽക്കും. ഇവരെന്നാ ശമ്പളം കൊടുക്കുന്നില്ലേ? കൃത്യമായിട്ട് ഇൻസെൻറ്റീവ് കൊടുക്കുന്നില്ലേ? അവന് ഭക്ഷണം കഴിക്കാനുള്ള പൈസ കൊടുക്കുന്നില്ലേ ഉച്ചയ്ക്ക്? ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കൂട്ടുന്നവരുണ്ടാവും. ഇനി അബദ്ധവശാല് എന്താണ് ഇങ്ങനെ മാറാൻ കാരണം? അവിടെ ഒന്നും കിട്ടണില്ല. പറഞ്ഞു പോയ പിന്നെ ആ ഡിസ്ട്രിബ്യൂട്ടറുടെ കാര്യം പോയി പറഞ്ഞു നടന്നാൽ മതി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരു ഡിസ്ട്രിബ്യൂട്ടർ, ഒരു ഓണർ, ആരും ആയിക്കോട്ടെ, അവരുടെ ആ ഡിസ്ട്രിബ്യൂട്ടർ ഇല്ലായ്മ, ആ ഡിസ്ട്രിബ്യൂട്ടർ നിങ്ങൾക്ക് ശമ്പളം കൃത്യമായിട്ട് തരുന്നതാണ് ഇല്ലേ? അവരുടെ ഇല്ലായ്മ ഒരു ഡീലറുടെ അടുത്ത് വന്ന് ഒരിക്കലും പറയരുത്. അയാളുടെ കുറ്റങ്ങൾ പറയരുത്, അയാളുടെ കുറവുകൾ പറയരുത്. ഒരു കമ്പനിയുടെ, ഒരു സ്ഥാപനത്തിൻ്റെയും കുറ്റങ്ങളും കുറവുകളും ആ ഡീലറുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് നടക്കാതിരിക്കുക എന്നുള്ളത്, അത് ആ ഡിസ്ട്രിബ്യൂട്ടർ എങ്ങനെയുള്ള വ്യക്തി ആയിക്കോട്ടെ, നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി, അത് നിങ്ങളുടെ വ്യക്തിത്വം നമ്മൾ എവിടെയും ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് പറ്റണം. ചിലപ്പോൾ നമ്മൾ പൊട്ടിത്തെറിച്ച് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ പോലും ഇത് എക്സിക്യൂട്ടീവ്സ് ആയ ആളുകളൊക്കെ, ഈ ചാനൽ സെയിൽസ് ടീമുകളൊക്കെ പലരും ഇത് വാച്ച് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു കാരണവശാലും അയാളുടെ കുറവുകൾ, അയാളുടെ കുറ്റങ്ങൾ, അയാൾ എങ്ങനെയുള്ള വ്യക്തി ആയിക്കോട്ടെ, അത് പറഞ്ഞ് നടക്കാതിരിക്കുക. അത് നിങ്ങളിൽ കൂടുതൽ നെഗറ്റീവുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് അത് കയറി കൂടാനാണ് സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് ഈ ഡീലർ മറ്റൊരു വ്യക്തിയോട് പറയാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കൊരു ജോലിയുടെ ഓപ്പണിംഗ് ആയിട്ട് നിങ്ങൾ പോവുകയാണ്. ആ പോകുന്ന സമയത്ത് ഈ എക്സിക്യൂട്ടീവ്സ് എങ്ങനെയുണ്ട് എന്ന് ആര് ചോദിക്കും? ആ കമ്പനിയുടെ ഓണർ അല്ലെങ്കിൽ അതർ ഡിസ്ട്രിബ്യൂട്ടർ ഈ റീറ്റെയിലേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചാൽ അയാൾ പറയും, അവന് കൃത്യമായിട്ട് ശമ്പളം കൊടുത്തില്ല, അവന് എക്സ്പെൻസ് കൊടുത്തില്ല, അവന് ഭക്ഷണം കഴിക്കാൻ പൈസ കൊടുത്തില്ല, ഈ കാര്യങ്ങളൊക്കെ ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഒരു സമയത്ത് എന്ന് പറയും. അത് നിങ്ങൾക്ക് നെഗറ്റീവ് ഉണ്ടാക്കിയുള്ളൂ സൊസൈറ്റിന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ ജോലിക്കെടുത്താൽ എൻ്റെ സ്ഥാപനത്തിൽ വന്ന് എൻ്റെ കുറ്റവും എൻ്റെ പ്രശ്നങ്ങളും ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കും എന്നുള്ള ധാരണയിലേക്ക് ആര് പോകും? ആ പുതുതായിട്ട് നിങ്ങളെ അപ്പോയിന്റ് ചെയ്യണം, എക്സിക്യൂട്ടീവ്സിനെ അപ്പോയിന്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന വ്യക്തിയും കടന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇപ്പൊ പറഞ്ഞു വന്ന സബ്ജക്റ്റ്, ഈ ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പിലേക്ക് ഒരു സ്റ്റാഫിനെ പിടിച്ചു നിർത്തേണ്ടത് ഉറപ്പായിട്ടും ഡിസ്ട്രിബ്യൂട്ടർ തന്നെയാണ്. ഈ ഒരു പ്രശ്നം
ഈ ഒരു സംഭവം ഞാൻ ആദ്യമേ അങ്ങ് പറയാൻ കാരണം, എക്സിക്യൂട്ടീവ്സിൻ്റെ ഈ ഒരു പ്രശ്നം ഇങ്ങനെ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് നടക്കരുത് എന്ന് ഇത് പറയാൻ കാരണം, ഇത് ശ്രവിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടർ മനസ്സിലാക്കിയിരിക്കണം, ഈ എക്സിക്യൂട്ടീവ്സ് നിങ്ങൾക്ക് അവർക്ക് കൊടുക്കേണ്ട ബെനിഫിറ്റുകൾ, ഇൻസെൻറ്റീവ്, സാലറി, ഫുഡ് എക്സ്പെൻസ് ഇതൊക്കെ കൃത്യമായിട്ട് കൊടുക്കണം. അതിനു വേണ്ടി കൂടിയാണ് ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. കാരണം അവർക്ക് അവരും കുടുംബമായിട്ട് ജീവിക്കുന്നതാണ്. അവർക്ക് കിട്ടേണ്ടതായ എക്സ്പെൻസുകൾ തടഞ്ഞു വയ്ക്കുകയോ അല്ലെങ്കിൽ ആ ടാർഗറ്റ് വരട്ടെ എന്നിട്ടാണ് നിനക്ക് എക്സ്പെൻസ് ഇട്ട് തരൂ എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ഇത്രയും ഔട്ട്സ്റ്റാൻഡിങ് കിട്ടാനുണ്ട്, നീ കൊണ്ട് കൊടുത്താണ്, ഇത് നീ മേടിക്കൂ. നിങ്ങൾ കൊടുത്തു വിട്ടിട്ടല്ലേ അവൻ കൊടുത്തത്, നിങ്ങളത് സപ്ലൈ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടല്ലേ. അല്ലെങ്കിൽ ഇതെനിക്ക് എങ്ങനെ സപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഇത്രയും പേയ്മെൻറ്റ് നിൽക്കുകയാണ്, എനിക്ക് തരാൻ നിൽക്കുകയാണ്, 2 ലക്ഷം രൂപ ഔട്ട്സ്റ്റാൻഡിങ് നിൽക്കുകയാണ്, ഈ കാശ് തരാതെ ഒരു പീസ് പോലും ഇവിടുന്ന് ഐറ്റം എനിക്ക് ആ ഡീലർക്ക് കൊടുക്കണ്ടെന്ന് നിങ്ങളൊരു തീരുമാനം എടുത്താൽ ഈ എക്സിക്യൂട്ടീവ് കൊടുക്കുമോ? കൊടുക്കില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടത് സംഭവിച്ചു? ഒരു പ്രശ്നത്തിൽ 2 പേർക്കും ഈക്വൽ ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക. നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന തരത്തിൽ എല്ലാവരും ആവണമെന്നില്ല. നിങ്ങൾ അങ്ങനെ വിചാരിക്കണ്ട. നിങ്ങളുടെ കാഴ്ചപ്പാടോടെ ആയിരിക്കില്ല ഒരു എക്സിക്യൂട്ടീവിൻ്റെ ജീവിതം, ഒരു എക്സിക്യൂട്ടീവിൻ്റെ ലൈഫ്. അവൻ വരുന്ന സാഹചര്യങ്ങൾ, അവൻ വന്ന കാര്യങ്ങൾ, അവൻ്റെ കുടുംബ സാഹചര്യങ്ങൾ, അവൻ്റെ സുഹൃത്തുക്കൾ, അവൻ്റെ അച്ഛൻ, അമ്മ, അവൻ്റെ റിലേറ്റീവ്സ്, ഇവരൊക്കെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ടേൺ ഓവറിലേക്ക് വരണം, അതിനുവേണ്ടി അവർ നേരം വെളുത്ത് എൻ്റെ ഷോപ്പിലേക്ക് വരണം, അല്ലെങ്കിൽ എൻ്റെ ഓഫീസിൽ വരണം, ഓർഡർ എടുത്തുകൊണ്ട് വൈകുന്നേരം പേയ്മെൻ്റൊക്കെ തന്ന് സുഖമായിട്ട് അവൻ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങണം, നേരം വെളുത്ത് അതുപോലെ എഴുന്നേറ്റ് വരണം. നടക്കുന്ന കാര്യമല്ല. ഓരോ വ്യക്തികൾക്കും അവരുടേതായ വ്യക്തിത്വവും പേഴ്സണാലിറ്റിയും ആവശ്യങ്ങളും എല്ലാം ഉണ്ടാവും. എല്ലാവർക്കും ഹാബിറ്റും ഉണ്ടാവും, ബാഡ് ഹാബിറ്റും ഉണ്ടാവും. അത് ഡിസ്ട്രിബ്യൂട്ടർക്കും ഉണ്ടാവും, ഈ എക്സിക്യൂട്ടീവ്സിനും ഉണ്ടാവും. അങ്ങനെയാണെന്ന് എല്ലാവരും ജീവിക്കണേ. അപ്പോൾ ഈ ടേൺ ഓവർ കുറയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ എപ്പോഴും എക്സിക്യൂട്ടീവ്സ് മാറി മാറി പോകുന്നത് നിങ്ങളുടെ സെയിലിനെ സാരമായി ബാധിക്കും. എങ്ങനെയാണ് ആ സെയിലിനെ സാരമായി ബാധിക്കുന്നത്? ആ ഡിസ്ട്രിബ്യൂട്ടർ കൊടുക്കുന്ന ഷോപ്പുകളിലെ എക്സിക്യൂട്ടീവ് മാറി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഡീലർക്ക് അയാളായിട്ട് ഡീൽ ചെയ്യാൻ പ്രയാസം വരും. ഇവൻ എങ്ങനെയുള്ള വ്യക്തിയാണ്? പേയ്മെൻറ്റ് ഇനി ഇവൻ പറ്റിച്ചുകൊണ്ട് പോവുമോ? കൊടുത്ത് വിട്ടാൽ അവിടെ തന്നെ കൊടുക്കുമോ? ഇല്ലെങ്കിൽ എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വരുമോ? വിശ്വാസം കുറവ്. അല്ലെങ്കിൽ വന്നയാൾ ഇനി നാളെ കഴിഞ്ഞ് അടുത്ത സ്ഥാപനത്തിലേക്ക് കയറി പോകുമോ, ചാടി പോകുമോ? അപ്പോൾ ഞാൻ കൊടുത്ത പൈസയുടെ പ്രശ്നങ്ങൾ എന്താണ്? വർഷങ്ങളായിട്ട് നിന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം ഇൻട്രാക്ഷൻ, അത്രമാത്രം ഒരു ഫ്രീ മൈൻഡ് ഈ പുതിയ ആൾ വന്ന് കയറുമ്പോൾ ഉണ്ടാകില്ല. അല്ലെങ്കിൽ ആ രീതിയിലൊരു മാർക്കറ്റിംഗ് സ്കില്ല് അയാൾക്കുണ്ടായിരിക്കണം. അത്രമാത്രം അട്രാക്റ്റ് ചെയ്യാൻ, ഇൻട്രാക്ട് ചെയ്യാൻ കമ്മ്യൂണിക്കേഷനിലൂടെ സാധിക്കുന്ന വ്യക്തിയായിരിക്കണം. പെട്ടെന്ന് ഒരാൾ പോകുമ്പോൾ അതിനൊന്നും സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ കിട്ടിയ ആളെ ഡിസ്ട്രിബ്യൂട്ടർ അപ്പോയിൻ്റ് ചെയ്യേണ്ട വരും. പുതിയൊരു എക്സിക്യൂട്ടീവിനെ എടുക്കുമ്പോൾ ചെയ്യേണ്ടതായ പ്രശ്നം എന്താണ്? അത് പഠിപ്പിച്ചു കൊടുക്കാൻ തയ്യാറാവണം. നിങ്ങളൊരു പുതിയ എക്സിക്യൂട്ടീവിനെ എടുത്തു, അയാൾ പോകാൻ തീരുമാനിച്ചു, പോകട്ടെ. നമ്മളെല്ലാവരെയും, ഇതിൻ്റെ അതർവൈസ് പറയുകയാണെങ്കിൽ എല്ലാവരെയും എല്ലായ്പ്പോഴും പിടിച്ചു നിർത്താൻ സാധിച്ചു എന്ന് വരില്ല. ആ സമയത്ത് എങ്ങനെ ഇതിനെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ കൈകാര്യം ചെയ്യണം, അതും കൈകാര്യം ചെയ്യാൻ പഠിക്കണം. എല്ലാവരും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കിട്ടുന്നവരാണെങ്കിൽ, നല്ല വ്യക്തികളാണെങ്കിൽ അവരെ പിടിച്ചു നിർത്താൻ നോക്കുക. ഇനി ഇല്ലാത്തവരാണെങ്കിൽ ഒരു ഫ്രഷേഴ്സിനെ ആയാലും അവനെ ജോയിൻ ചെയ്യിപ്പിച്ച് നന്നായിട്ട് ട്രെയിനിങ് കൊടുക്കണം. അതായത് അയാളെ പ്രോഡക്റ്റുകളെല്ലാം പഠിപ്പിക്കണം, പ്രൈസ് എല്ലാം പഠിപ്പിക്കണം, എങ്ങനെ കസ്റ്റമറിനോട് ഇടപഴകണം, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അത് പ്രാക്ടീസായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. ഇതുപോലെ ടേബിളിൽ അപ്പുറത്തും ഇപ്പുറത്തും ഇരുത്തി ഒരു കസ്റ്റമറെ എങ്ങനെ ഡീൽ ചെയ്യണം, ഒരു പ്രോഡക്റ്റ് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്ത് ആ പുതിയ ഫ്രഷേഴ്സിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് സാധിച്ചിരിക്കണം. അങ്ങനെ സാധിച്ചാൽ അത് ഏറ്റവും നന്നായിരിക്കും. കാരണം ഇന്ന് മാർക്കറ്റിങ്ങിലേക്കും സെയിൽസിലേക്കും ആളുകൾ ഇറങ്ങി വരുന്നത് വളരെയധികം കുറഞ്ഞു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു സർവീസ് അയാളുടെ ജീവിതത്തിന് ഒരു പുതിയ ജോലി ആ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാക്കി കൊടുക്കുകയാണ്. പുതിയൊരു ജോലിയിലേക്ക് അയാളെ കൈപിടിച്ച് ഉയർത്തുകയാണ്. അങ്ങനെയൊക്കെ ഡിസ്ട്രിബ്യൂട്ടർമാർ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന എത്രമാത്രം നല്ല വ്യക്തികളുണ്ട്.
അവരൊക്കെ ഇന്ന് വേറെ പല കമ്പനികളിലായിട്ടും അല്ലെങ്കിൽ സ്വന്തമായിട്ടൊക്കെ പ്രസ്ഥാനങ്ങൾ തുടങ്ങിയിട്ടുള്ളവരുണ്ട്, നല്ല കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ ചുരുക്കം, ഇപ്പോഴും അത് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ സാധിക്കുന്നത് നല്ല എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളാണെങ്കിൽ അവരെ അവിടെ തന്നെ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കണം. അതായിരിക്കും ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് ബെറ്റർ വേ. കാരണം അതായിരിക്കും നിങ്ങൾക്ക് ടേൺ ഓവർ ഉയർത്തുന്ന വലിയ ഘടകം തന്നെ. അതായിരിക്കും ആ ഒരു ഇൻട്രാക്ഷൻ, ആ റീറ്റെയിൽ ഷോപ്പുകളായിട്ടുള്ള ഇൻട്രാക്ഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്, പേയ്മെൻറ്റ് മേടിക്കാൻ എളുപ്പമുണ്ട്, പുതിയൊരു പ്രോഡക്റ്റ് പ്രസൻറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്. എന്തുകൊണ്ടാണ്? അത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് അയാൾ, അതുകൊണ്ടാണത്. അപ്പോൾ നമുക്ക് ഈ ഡിസ്ട്രിബ്യൂഷൻഷിപ്പിൽ ഇങ്ങനെ കുറച്ച് വ്യക്തികൾ മാറിപ്പോകും, അല്ലെങ്കിൽ എൻ്റെ ഈ ശൃംഖലയിൽ, കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന എൻ്റെ ഈ ശൃംഖലയിൽ നിന്ന് കുറേ നല്ല എക്സിക്യൂട്ടീവ്സ് മാറും എന്ന ബോധം ഡിസ്ട്രിബ്യൂട്ടർക്ക് ഉണ്ടായാൽ എങ്ങനെയൊക്കെ ഇത് പരിഹരിക്കാൻ പറ്റും? ഈ ഉള്ള എക്സ്പീരിയൻസ് ആയ എക്സിക്യൂട്ടീവ്സിനെ, മാനേജറെ, ഏരിയ മാനേജറെ എങ്ങനെ ആ സ്ഥാപനത്തിൽ തന്നെ പിടിച്ചു നിർത്താൻ സാധിക്കും? 1-2 ഫ്രഷേഴ്സ് മാറിയാൽ പോലും ബാക്കിയുള്ള മെയിനായിട്ട് നിൽക്കുന്നവരെ എങ്ങനെ ആ സ്ഥാപനവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? എങ്ങനെ അവിടെ ആ സ്ഥാപനത്തിൽ നിന്ന് പിടിച്ചു നിർത്തി നമ്മുടെ ഗ്രോത്തിനൊപ്പം അവരെ കൂടി സഞ്ചരിപ്പിക്കാൻ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് സാധിക്കണം. അവിടെയാണ് ആ ഡിസ്ട്രിബ്യൂട്ടർ ഗ്രോത്ത് ആവുകയുള്ളൂ. എങ്ങനെ അത് സാധിക്കും? അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്തെല്ലാമെന്നും കൂടി നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. അതിനെക്കുറിച്ച് നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്.